ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗ് എന്ന ആനിമി സീരീസിന്റെ സീസൺ 2 എപ്പിസോഡ് 4 ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ജിൻവു ഡീമൺ കാസിൽ നിന്ന് വെളിയിൽ വരുന്നു. ദെൻ അവൻ തന്റെ മനസ്സിൽ പറയുന്നു, എലിക്സർ ഓഫ് ലൈഫിന് വേണ്ടിയുള്ള 2 ഐറ്റംസ് ഞാൻ കളക്ട് ചെയ്തു. ഇനി ഒരു ഐറ്റം കൂടി വേണം. അത് പ്യൂരിഫൈഡ് ഡീമൺ കിങ്സ് ബ്ലഡ് ആണ്. അത് കിട്ടണമെങ്കിൽ ഞാൻ ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കണം. ഡീമൺ കാസിൽ എൻ്റർ ചെയ്തതിനു ശേഷം എന്റെ ലെവൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ബട്ട് ഒഫീഷ്യലി ഞാൻ ഇപ്പോഴും ഒരു റാങ്ക് ഹണ്ടർ ആണ്. ഇനി ഈ നാടകം അവസാനിപ്പിക്കാൻ സമയമായി. ഞാൻ എന്റെ റാങ്ക് റീഇവാലുവേറ്റ് ചെയ്യാൻ പോവുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത ഒരു ബിൽഡിംഗ് ആണ് കാണിക്കുന്നത്. ഇവിടെ നിന്നാണ് ഹണ്ടേഴ്സ് അവരുടെ റാങ്ക് എന്താണെന്ന് അറിയുന്നത്. അവിടെ വൈറ്റ് ടൈഗർ ഗിൽഡിലെ ഓഫീസറും ഉണ്ട്. അദ്ദേഹം ഓരോ ആൾക്കാരെ നോക്കി അവർക്കൊക്കെ ഏത് റാങ്ക് ലഭിക്കുമെന്ന് ഗസ് ചെയ്യുന്നു. അപ്പൊ പെട്ടെന്ന് അദ്ദേഹം എന്തോ കണ്ട് ഷോക്കാവുന്നു. പെട്ടെന്ന് അദ്ദേഹം ബെക്കിനെ വിളിച്ച് കാര്യം പറയുന്നു. കാര്യം എന്താണെന്നാൽ നമ്മുടെ ജിൻവു അവിടെ തന്റെ റാങ്ക് റീഇവാലുവേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇത് കേട്ട് ബെക്ക് താൻ അവിടെ ഉടൻ തന്നെ എത്താമെന്ന് പറയുന്നു. ഇവിടെ ജിൻവു ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നു. അവിടെ 2 പേരുണ്ട്. ഒരാൾ വളരെ കോൺഫിഡന്റ് ആണ്. ബട്ട് മറ്റൊരാൾ തനിക്ക് ഏത് റാങ്ക് കിട്ടുമെന്ന് ആലോചിച്ച് വളരെയധികം ടെൻഷൻ ആകുന്നു. അപ്പൊ കോൺഫിഡന്റ് ആയ വ്യക്തി അങ്ങോട്ട് നോക്ക്. ഇപ്പൊ നിങ്ങളുടെ റാങ്ക് ഡി റാങ്കോ അതിന് മുകളിലോ ആണെങ്കിൽ ഇവിടെയുള്ള ഗിൽഡ് സ്റ്റാഫ് നമുക്ക് അവരുടെ ഗിൽഡിലേക്കുള്ള ഒരു ഓഫർ നൽകും. സോ ഈ റാങ്ക് വെച്ച് ബാക്കി എന്ത് കിട്ടിയാലും നമുക്ക് അത്യാവശ്യം പണം ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെ ഇരിക്കെ ജിനുവിനെ അവർ അകത്തേക്ക് വിളിക്കുന്നു. അകത്തേക്ക് കയറി സ്റ്റാഫ് അവനോട് തന്റെ കൈ ആ ബ്ലാക്ക് ക്രിസ്റ്റലിൽ വെക്കാൻ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ ജിനുവും അതിൽ തന്റെ കൈ വെക്കുന്നു. ബട്ട് കമ്പ്യൂട്ടറിൽ എന്തോ എറർ കാണിക്കുന്നു. ഇത് കണ്ട് ആ സ്റ്റാഫിന് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സ്റ്റാഫ് വീണ്ടും അവനോട് തന്റെ കൈ വെക്കാൻ പറയുന്നു. ഇങ്ങനെ ചെയ്തതും വീണ്ടും എറർ കാണിക്കുന്നു. അവിടെ ആ സ്ഥാപനത്തിന്റെ ഡയറക്ടർ വരുന്നു. ആ സ്റ്റാഫ് ഈ കാര്യം അദ്ദേഹത്തോട് പറയുന്നു. അങ്ങനെ ഡയറക്ടർ വന്ന് അതെന്താണെന്ന് നോക്കുന്നു. ദെൻ പെട്ടെന്ന് ഡയറക്ടർ ഷോക്കാവുന്നു. അദ്ദേഹം പറയുന്നു, ഇത് ഈ മെഷീന്റെ പ്രോബ്ലം അല്ല, അവന്റെ മാജിക് പവേഴ്സ് ഈ മെഷീനിന്റെ ലിമിറ്റിലും കൂടുതലാണ്. ഇതിനർത്ഥം ഇദ്ദേഹം ഈ കൺട്രിയിലെ 10ാമത്തെ എസ്ര ഹണ്ടർ ആണെന്നാണ്. ഇവിടെ നമ്മുടെ ജിൻജൽ മിസ്റ്റർ ചോയോട് എന്തോ കാര്യത്തെ പറ്റി സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, എനിക്ക് മനസ്സിലാകും, ഈ ഇടയ്ക്ക് കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാനൊരു റെഡ് ഗേറ്റ് ഇൻസിഡന്റിനെ പറ്റി കേട്ടു. വൈറ്റ് ടൈഗർ ഗിൽഡ് അവരുടെ ഗിൽഡിലെ മെമ്പർ അല്ലാത്ത ഒരാളെ ആ ഗേറ്റിൽ എൻ്റർ ചെയ്യാൻ അനുവദിച്ചു. ആൻഡ് അവനാണ് ആ ഡഞ്ചനിലെ ബോസിനെ ഇല്ലാതാക്കിയത്. സോ അവൻ ആരാണ്? ഇത് കേട്ട് ജിൻജൽ, ഞാൻ അവിടെ ആ ദിവസം ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് പോയിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഇത് കേട്ട് ചോയ്, ഓ അങ്ങനെയാണോ? ഇങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു ഭാഗത്ത് നോക്കി അവിടെ നിന്ന് വളരെയധികം ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട് ജിൻജൽ, ഞാൻ പോയി ചെക്ക് ചെയ്യാമെന്ന് പറയുന്നു. ഇത് കേട്ട് ചോയ് താനും കൂടെ വരാമെന്ന് പറയുന്നു. ഇവിടെ ജിൻവു എസ്രാങ് ആണെന്ന് അറിഞ്ഞ് അവിടെയുള്ള എല്ലാവരും ഷോക്കാവുന്നു. ഇത് കണ്ട് വൈറ്റ് ടൈഗർ ഗിൽഡിലെ ഓഫീസർ, അപ്പൊ ബോസ് പറഞ്ഞത് ശരിയാണ്, മിസ്റ്റർ സാങ് ഒരു എസ്രാങ് ഹണ്ടർ ആണ്. ജിൻവുവിനോട് അവിടുത്തെ ഡയറക്ടർ 3 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി റീഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കെ ജിൻവു ആരെയോ നോക്കുന്നു. ഇത് കണ്ട് അവിടെയുള്ളവർ, ഓ ഇത് മിസ്റ്റർ ചോയ് യോങ്ങിനല്ലേ, ഇദ്ദേഹം ഹണ്ടേഴ്സ് ഗിൽഡിലെ റെപ്രസെന്റേറ്റീവ് ആണ്. ഇത് കണ്ട് ജിൻവു തന്റെ മനസ്സിൽ പറയുന്നു, ഇദ്ദേഹത്തിന്റെ ഫയർ ടൈപ്പ് മാജിക് വളരെ പവർഫുൾ ആണ്. ആൻഡ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ദി അൾട്ടിമേറ്റ് ഹണ്ടർ എന്നാണ്. ചോയ് ജിൻവുവിനെ നോക്കി, ഓ അപ്പൊ നീയാണോ ഈ ഡിസ്റ്റർബൻസിന് കാരണം? നിങ്ങളെ കണ്ടതിൽ വളരെയധികം സന്തോഷം. എന്റെ പേര് ചോയ് യോങ്ങിൻ. ഞാൻ ഹണ്ടേഴ്സ് ഗിൽഡിലെ റെപ്രസെന്റേറ്റീവ് ആണ്. നിങ്ങൾക്കിപ്പോ ഏതെങ്കിലും ഗിൽഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചു സമയം സംസാരിക്കാമായിരുന്നു. ഇത് കേട്ട് ജിൻവു തനിക്കിപ്പോ സമയമില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട് ചോയ് ഷോക്കാവുന്നു. ദെൻ ചോയ് ജിൻജലിനോട് ചോദിക്കുന്നു, ഞാൻ ആരാണെന്ന് ഞാൻ അവനോട് പറഞ്ഞോ? ഇത് കേട്ട് ജിൻജൽ, നിങ്ങൾ പറഞ്ഞെന്ന് പറയുന്നു. ഇത് കേട്ട് ചോയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കെ അവിടെ ബെക്ക് വരുന്നു. ബെക്കിനെ കണ്ട് ചോയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നു. വൈറ്റ് ടൈഗർ ഗിൽഡിന്റെ ഓഫീസ് ഇവിടെ നിന്ന് വളരെ ദൂരെയാണ്. എന്നിട്ടും അവൻ അവിടെ നിന്ന് ഇവിടെ വരെ ഓടിയാണ് വന്നത്. മേ ബി മിസ്റ്റർ സാങ് അതിന് വെറുതെയായിരിക്കും. എനിക്കിപ്പോഴാണ് മനസ്സിലായത്, ആ റെഡ് ഗേറ്റിൽ ആ ബോസിനെ ഇല്ലാതാക്കിയതും മിസ്റ്റർ സാങ് ആയിരിക്കും. ദെൻ ചോയ് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ജിൻവു തന്റെ അമ്മയെ നോക്കി ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു. അവൻ തന്റെ അമ്മയെ രക്ഷിക്കുമെന്ന് വാക്ക് കൊടുത്ത് ആ റൂം വിട്ട് വെളിയിൽ വരുന്നു. അവൻ ജിൻജൽ, നീ എനിക്ക് കണ്ണ് കാണില്ലെന്ന് റിയലൈസ് ചെയ്യിച്ചു. കാരണം ഞങ്ങളുടെ സർവൈലൻസ് ടീമിന്റെ ടാസ്ക് ഹണ്ടേഴ്സിനെ മോണിറ്റർ ചെയ്ത് നിയമം തെറ്റിക്കുന്നവരെ ശിക്ഷിക്കുക എന്നതാണ്. ഇത് കേട്ട് ജിൻവു, ഞാൻ നിങ്ങളുടെ സർവൈലൻസ് ടീമിന്റെ ഒബ്ജക്റ്റ് ആണോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ജിൻജൽ, ഞങ്ങൾ നിന്നെ ഒരു ക്രിമിനൽ ആയിട്ടല്ല കാണുന്നത്. സർവൈലൻസ് ടീമിന് മാത്രമേ ഒരു ഹണ്ടറെ കൺട്രോൾ ചെയ്യാൻ സാധിക്കൂ. എന്നിരുന്നാലും എസ്ര ഹണ്ടേഴ്സിന് മുമ്പിൽ ഞങ്ങൾ പവർലെസ് ആണ്. ഇങ്ങനെ ജിൻവു പോകുമ്പോൾ ജിൻജൽ, ഒരാൾക്ക് നിന്നോട് സംസാരിക്കണം. അതാരാണെന്ന് നോക്കുമ്പോൾ ഹണ്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റായ ഗോ ഗുൻഹിയാണ്. ദെൻ അദ്ദേഹം ജിനുവുമായി സംസാരിക്കുന്നു. നിങ്ങളൊരു എസ്ര ഹണ്ടർ ആയതിൽ കൺഗ്രാറ്റ്സ്. ഇത് കേട്ട് ജിൻവു, നിങ്ങൾ എന്താ പറയുന്നത് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് അദ്ദേഹം റീഇവാലുവേഷൻ ഒരു തരത്തിൽ പോയിന്റ്ലെസ് ആണ്. ഇത് കേട്ട് ജിനുവിന് ഒന്നും മനസ്സിലാകുന്നില്ല. ഇത് കേട്ട് അദ്ദേഹം, നീ ഇപ്പൊ കരുതുന്നത് അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ റീഇവാലുവേഷൻ നടത്തുന്നതെന്നല്ലേ? കാരണം ഇതൊരു ഗ്രേസ് പീരീഡ് ആണ്. സോ ഞങ്ങൾക്ക് നിന്നെ പോലുള്ള ടാലന്റഡ് ആയ വ്യക്തികളോട് ആദ്യം സംസാരിക്കാൻ ഒരു ചാൻസ് ലഭിക്കും. എല്ലാ ഹണ്ടേഴ്സും വലിയ ഗിൽഡിൽ ജോയിൻ ചെയ്യുന്നത് പ്രശസ്തിക്കും പണത്തിനും
വേണ്ടിയാണ്. ഈ അസോസിയേഷനിൽ വലിയൊരു എക്സ്പേർട്ട് ആണ് മിസ്റ്റർ വു. ബട്ട് അദ്ദേഹം വെറും ഒരു എയർ ഹണ്ടർ ആണ്. ഞാൻ സ്ട്രെയിറ്റ് ആയി കാര്യത്തിലേക്ക് കടക്കാം. പ്ലീസ് ഞങ്ങളിൽ ഒരാളായി മാറൂ. ഞാൻ നിങ്ങൾക്ക് ഈ അസോസിയേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പൊസിഷൻ നൽകാം. ഇത് കേട്ട് ജിൻവു, ഇതൊക്കെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഇത് കേട്ട് അദ്ദേഹം, ഈ കൺട്രിയെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഗവൺമെന്റ് അല്ല, അത് ഹണ്ടേഴ്സ് ആണ്. ഹണ്ടേഴ്സ് ആണ് ജനങ്ങളെ മാജിക് ബീസ്റ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ 5 മേജർ ഗിൽഡ് ഉണ്ട്. ഈ 5 ഗിൽഡും ഇപ്പൊ വളരെ ബാലൻസ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. ബട്ട് നീ ഈ പറഞ്ഞ 5 ഗിൽഡിൽ ഒരു ഗിൽഡിൽ ജോയിൻ ചെയ്താൽ എല്ലാം തകർന്നു പോകും. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കൺട്രിയുടെ നല്ലതിനു വേണ്ടി ഹണ്ടർ അസോസിയേഷൻ 6ാമത്തെ പവർഫുൾ ഗിൽഡായി മാറണം. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഗിൽഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. ഇത് കേട്ട് ജിൻവു, ഓ അപ്പൊ ഇതിനു വേണ്ടിയാണോ ഞാൻ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇത് കേട്ട് അദ്ദേഹം, കാരണം നീ വളരെയധികം സ്ട്രോങ് ആണ്. ഇതിനെപ്പറ്റി നീ എന്ത് പറയുന്നു? ഇത് കേട്ട് ജിൻവു തന്റെ മനസ്സിൽ പറയുന്നു, ഇതൊരു നല്ല പ്രൊപ്പോസൽ ആണ്. അസോസിയേഷനിൽ ഒരു ഇമ്പോർട്ടന്റ് പൊസിഷൻ ലഭിക്കുക പ്രോബബിലി ഗവൺമെന്റിനും മീഡിയാസിനും ചെയർമാൻ ഗോ പറയേണ്ടത് കേൾക്കേണ്ടി വരും. ഒരു ഹണ്ടർ എന്ന നിലയിൽ അദ്ദേഹം വളരെയധികം സ്ട്രോങ് ആണ്. ആൻഡ് ഇദ്ദേഹമാണ് ഈ കൺട്രിയിലെ ആദ്യത്തെ എസ്ര ഹണ്ടർ. 80 വയസ്സിലും അദ്ദേഹത്തിന്റെ ഫിസിക് ഒരു ബോഡി ബിൽഡറെ പോലെയാണ്. റിട്ടയർ ചെയ്തിട്ടും അദ്ദേഹം ഓൾമോസ്റ്റ് എന്റെ ലെവലാണ്. ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്താൽ എന്റെ ലൈഫ് തന്നെ ചേഞ്ച് ആകും. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അവസാനം ജിൻവു ആ ഓഫർ റിജക്ട് ചെയ്യുന്നു. ഇത് കണ്ട് അദ്ദേഹം, ഇവനും പൈസയും പ്രശംസയുമാണ് തെരഞ്ഞെടുത്തത് എന്ന് മനസ്സിൽ പറയുന്നു. അപ്പൊ ജിൻവു, എനിക്ക് ഇനിയും ഫൈറ്റ് ചെയ്യണം. ഇതേടെ അദ്ദേഹം, നീ പറഞ്ഞു വരുന്നത് നിനക്ക് മാജിക് ബീസ്റ്റുമായി ഫൈറ്റ് ചെയ്യണമെന്നാണോ? അതെ, എനിക്ക് ഡഞ്ചനിൽ ഫൈറ്റ് ചെയ്യണം. ഇതേടെ അദ്ദേഹം ഷോക്ക് ആവുന്നു. ഇവൻ സീരിയസ് ആയാണോ പറയുന്നത്? എത്ര കാലമായി എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ട്. ഞാനൊരു 20 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം യങ്ങറായിരുന്നെങ്കിൽ എനിക്ക് ഇവന്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യാമായിരുന്നു. ശേഷം അദ്ദേഹം ജിൻവുവിനോട്, എനിക്ക് മനസ്സിലാകും, സോ ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യില്ല. ഇത് കേട്ട് ജിൻവു തന്റെ സിസ്റ്റർ വീട്ടിൽ തനിച്ചാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ദെൻ ജിൻവു പോകുന്നത് നോക്കി അദ്ദേഹം ജിൻജലിനോട് പറയുന്നു, നിനക്കറിയാമോ ഞാൻ ഇതറിഞ്ഞപ്പോ എത്ര ഡിസപ്പോയിന്റ് ആയെന്ന്? ഈവൻ ഒരു എസ്ര ഹീലർ ആയിട്ട് കൂടി എനിക്ക് എന്റെ ഏജിങ് തടയാൻ സാധിക്കില്ല. ദെൻ അദ്ദേഹം ജിൻജലിനോട് തന്റെ എല്ലാ അപ്പോയിന്റ്മെന്റ്സും ക്യാൻസൽ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന ജിൻവു തന്റെ മനസ്സിൽ പറയുന്നു, എനിക്ക് എത്രയും പെട്ടെന്ന് ലെവലപ്പ് ആയേ മതിയാകൂ. എങ്കിൽ മാത്രമേ എനിക്ക് എന്റെ അമ്മയെ രക്ഷിക്കാൻ സാധിക്കൂ. അവിടുന്ന് കട്ട് ചെയ്ത ഡോങ്സുനെയാണ് കാണിക്കുന്നത്. അദ്ദേഹം ഇപ്പോ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. അപ്പൊ അവിടെ നമ്മൾ മുമ്പ് കണ്ട ഓഫീസർ വരുന്നുണ്ട്. ഇത് കണ്ട് ഡോങ്സു, ഡെപ്യൂട്ടി ഡയറക്ടർ, എന്നെ പോലുള്ള ഒരു ലൂസറിനെ കാണാൻ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ സങ് ഇൽവാൻ, അവൻ ശരിക്കും ഒരു മാജിക് ബീസ്റ്റ് ആണോ? ഇത് കേട്ട് ഡോങ്സു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊരു ഹ്യൂമന്റെ പവർ ആണെന്ന്? ഇതിനൊരു സംശയവും വേണ്ട, അവനൊരു മാജിക് ബീസ്റ്റ് ആണ്. ഇത് കേട്ട് അദ്ദേഹം, ശരി, നീ റിക്കവർ ആയതിനു ശേഷം അഡ്മിനിസ്ട്രേഷനിൽ വന്ന് എന്നെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ഡോങ്സു അവനെ പറ്റി എന്തെങ്കിലും ക്ലൂ ലഭിച്ചോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് അദ്ദേഹം, ഞങ്ങൾ അവനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ബട്ട് അവനെ പിടിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഇത് കേട്ട് ഡോങ്സു അന്ന് നടന്ന കാര്യങ്ങൾ ആലോചിക്കുന്നു. നീ എന്റെ ഫാമിലിക്ക് നേരെ പോയാൽ നിന്നെ ഞാൻ കൊന്നുകളയും. ഈവൻ മരണത്തിന് പോലും എന്നെ തടയാൻ സാധിക്കില്ല. ദെൻ ഡോങ്സു മനസ്സിൽ പറയുന്നു, നീ എന്താണ് കരുതിയത്? ഞാൻ ഇത് കേട്ട് പേടിച്ചു പോകുമെന്നാണോ? എനിക്കറിയാം അവൻ എവിടെ പോകുമെന്ന്. എനിക്കൊരു ആർട്ടിഫാക്ട് വേണം. അത് ഉപയോഗിച്ച് ഞാൻ അവനെ ഇല്ലാതെയാക്കും. എന്താണ് ആർട്ടിഫാക്ട്? ആർട്ടിഫാക്ട് എന്നത് ഒരു പവർഫുൾ ഐറ്റം ആണ്. ഇത് മെയിൻലി ഹണ്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ച് ഹണ്ടേഴ്സിന് അവരുടെ എബിലിറ്റീസ് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. പണ്ടൊക്കെ ഇത് വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു, ബട്ട് ഇന്ന് ഇതെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മുടെ ജിൻവുവും ആർട്ടിഫാക്ട് വാങ്ങാൻ നോക്കുകയാണ്, ബട്ട് അതിന്റെ വില കാരണം അവനത് വാങ്ങാൻ സാധിക്കുന്നില്ല. ജിൻവു പറയുന്നു, അടുത്ത തവണ ഡീമൺ കാസിൽ പോകുമ്പോൾ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അവൻ തന്റെ കയ്യിലുള്ള ക്രിസ്റ്റൽ എക്സ്ചേഞ്ച് ചെയ്ത് ആർട്ടിഫാക്ട് വാങ്ങാൻ സാധിക്കുമെന്ന് പറയുന്നു. ബട്ട് അവൻ ഒരു ഈറാൻ ഹണ്ടർ ആയതുകൊണ്ട് ഇതവന് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചാൽ അത് പ്രശ്നമാകും. ഇങ്ങനെയിരിക്കെ അവനൊരു ആഡ് കാണുന്നു. ഇവിടെ ചെയർമാൻ ഗോ ജിനുവിന്റെ പിക്ചർ നോക്കി, ഇവനെ കണ്ടിട്ട് സങ് ജിനുവായി തോന്നുന്നില്ലല്ലോ, മേ ബി അവൻ ഇതൊക്കെ ഫേക്ക് ചെയ്തതാണെങ്കിലോ? ഇത് കേട്ട് ജിൻജൻ, ബട്ട് റെക്കോർഡിൽ അവൻ കുറെ തവണ ഇഞ്ചുറി പറ്റിയതായി കാണിക്കുന്നുണ്ട്. അവൻ അവന്റെ സുഖമില്ലാത്ത അമ്മയ്ക്ക് വേണ്ടിയും തന്റെ സിസ്റ്ററിന്റെ ട്യൂഷൻ ഫീസിനും വേണ്ടിയാണ് ഹണ്ടർ ആയത്. അവനാണ് അവന്റെ ഫാമിലിയെ ഒറ്റക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ദെൻ ജിൻജൻ, ഞാൻ മിസ്റ്റർ സങ്ങിനെ പറ്റി ഒരു ന്യൂസ് കേട്ടു. അദ്ദേഹം ഇപ്പൊ ഒരു ഗിൽഡിലെ റൈഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട് ചെയർമാൻ, അവൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവൻ ഹ്യൂജ് എമൗണ്ട് കണ്ടപ്പോ അവൻ അത് റിജക്ട് ചെയ്യാൻ സാധിച്ചില്ലെന്ന് തോന്നുന്നു. ദെൻ ജിൻജൻ പറയുന്നു, റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം ഇപ്പൊ ഒരു മൈനിങ് ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട് ചെയർമാൻ ഷോക്ക് ആവുന്നു. ഇവിടെ നമ്മുടെ ജിനുവിനെയാണ് കാണിക്കുന്നത്. അവൻ തന്റെ മനസ്സിൽ പറയുന്നു, ഇങ്ങനെയുള്ള മിഷൻസിൽ ടീം വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം അസൽട്ട് ടീം ഡഞ്ചനകത്ത് കയറി അതിലുള്ള മാജിക് ബീസിനെ ഇല്ലാതെയാക്കും. ഇതിനുശേഷം മൈനിങ് ടീം ഡഞ്ചനകത്ത് കയറി അതിനകത്തുള്ള മാന ക്രിസ്റ്റൽസ് കളക്ട് ചെയ്യും ആൻഡ് അവിടെയുള്ള മാജിക് ബീസിന്റെ ബോഡി റിമൂവ് ചെയ്യും. ഇതിനകത്ത് നിന്ന് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് വളരെയധികമാണ്. ഇവിടെ ചോയിയാണ് കാണിക്കുന്നത്. അദ്ദേഹം അവിടെയുള്ള മാജിക് ബീസിനെ തന്റെ ഫയർ ഉപയോഗിച്ച് ഇല്ലാതെയാക്കുന്നു. ദെൻ ഡഞ്ചനകത്ത് നിന്ന് അവരൊക്കെ വെളിയിൽ വരുന്നു. ചോയിയെ കണ്ട് ജിൻവു തന്റെ മനസ്സിൽ പറയുന്നു, അന്ന് ഇദ്ദേഹം എന്റെ അടുത്ത് വന്നപ്പോഴേ എനിക്കൊരു സ്ട്രോങ് ഓറ ഫീൽ ചെയ്തിരുന്നു. റൂമേഴ്സ് പറയുന്നത് പോലെ ഇദ്ദേഹം വളരെയധികം സ്ട്രോങ് ആണ്. അപ്പോൾ ഡഞ്ചനകത്ത് നിന്ന് ഹണ്ടേഴ്സ് ഗിൽഡിലെ സെക്കൻഡ് കമാൻഡറായ ചാഹെ വെളിയിൽ വരുന്നു. ഇവളാണ് ഈ കൺട്രിയിലെ 9th എസ്ര ഹണ്ടർ. ജിൻവു അവളെ നോക്കി പറയുന്നു, ആകെ ഈ വേൾഡിൽ കുറച്ചു പേർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഓറ ഉള്ളത്. പെട്ടെന്ന് ചാഹെ ജിൻവു ഉള്ള ഭാഗത്ത്
ഭാഗത്തേക്ക് നോക്കുന്നു. അപ്പൊ അവിടെ ജിൻവുവിനെ കാണുന്നില്ല. ഇത് കണ്ട് ചായെ എനിക്ക് തെറ്റുപറ്റിയതാണോ? ഞാൻ അവിടെ നിന്ന് ഒരു സ്ട്രോങ് ഓറ ഫീൽ ചെയ്തിരുന്നു. ഞാൻ കരുതി അത് ചെയർമാൻ ഗോ ആണെന്ന്. ബട്ട് ഇപ്പോ ആ ഓറയുടെ ഒരു അടയാളം പോലും കാണുന്നില്ല എന്ന് പറഞ്ഞ് ചായെ അവിടെ നിന്ന് പോകുന്നു. ദെൻ മൈനിങ് ടീം അതിനകത്തേക്ക് പോകുന്നു. അകത്തേക്ക് കയറിയതും ജിൻവുവിന് അവിടുത്തെ ബോസിന്റെ ഓറ ഫീൽ ചെയ്യുന്നു. ഇത് ആ ഡീമൺ കാസിലിൽ ഉണ്ടായിരുന്ന ഡീമൺസിനേക്കാൾ പവർഫുൾ ആണെന്ന് തോന്നുന്നു. ജിൻവുവിന് ആ എയറാങ് ഡീമണെ കാണണമെന്നുണ്ട്. ഇങ്ങനെ ഇരിക്കെ പുറകിൽ നിന്ന് കുറച്ച് ആളുകൾ നിങ്ങളൊരു കാര്യം കേട്ടോ, പുതുതായി ജോലിക്ക് വന്നവൻ ഒരു ഈറാങ് ഹണ്ടർ ആണ്. ഇത് കേട്ട് ജിൻവു മനസ്സിൽ പറയുന്നു, എല്ലാ സ്ഥലത്തും ഈറാങ് ഹണ്ടേഴ്സിനെ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ജിൻവു പോകുമ്പോൾ അവൻ ഒരാളുമായി കൂട്ടിയിടിക്കുന്നു. ഇത് കണ്ട് അദ്ദേഹം ദേഷ്യത്തിൽ അവനോട് നേരെ നോക്കി പോകാൻ പറയുന്നു. ഇത് കണ്ട് ജിൻവു അദ്ദേഹത്തെ നോക്കുന്നു. ഇത് കണ്ട് അദ്ദേഹം പേടിച്ചു പോകുന്നു. ദെൻ ജിൻവു തന്റെ ജോലി ചെയ്യുന്നു. ഇത് കണ്ട് അവിടെയുള്ളവർ ഇവൻ ശരിക്കും ഒരു ഈറാങ് ഹണ്ടർ ആണോ എന്ന് ചോദിക്കുന്നു. ശേഷം ലഞ്ച് ടൈം ആകുന്നു. എല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ ജിൻവു മാത്രം അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നു. ഇത് കണ്ട് അവിടുത്തെ ലീഡർ നീ വരുന്നില്ല എന്ന് ജിൻവുവിനോട് ചോദിക്കുന്നു. ഇത് കേട്ട് ജിൻവു ഞാൻ ഈ ഏരിയയിലെ മൈനിങ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വരാമെന്ന് പറയുന്നു. ഇത് കേട്ട് അദ്ദേഹം ഓക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇങ്ങനെ എല്ലാവരും പോയതും ജിൻവു തന്റെ കോടാലി അവിടെ വെച്ച് നേരെ ആ ബോസുള്ള സ്ഥലത്തേക്ക് പോകുന്നു. അവൻ പറയുന്നു എനിക്ക് ഈ ചാൻസ് മിസ്സാക്കാൻ താല്പര്യമില്ല, എനിക്ക് 1 മണിക്കൂർ ടൈം ഉണ്ട്, സോ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ അവൻ നേരെ ആ ഗേറ്റിന് മുമ്പിൽ വരുന്നു. എന്റെ മനസ്സ് പറയുന്നത് ഇവിടുത്തെ ബോസിനെ ഡിഫീറ്റ് ചെയ്യേണ്ട എന്നാണ്. ഞാൻ ഈ ബോസിനെ ഡിഫീറ്റ് ചെയ്താൽ ഈ ഗേറ്റ് ഡിസപ്പിയർ ആകും. ഇത് കാരണം ഹണ്ടേഴ്സ് ഗിൽഡിന് കുറെ അധികം നഷ്ടം സംഭവിക്കും. ബട്ട് എനിക്ക് ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് ചാഹെ നീ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ജിൻവു അവിടെ സ്റ്റക്കായി നിൽക്കുന്നു. ഇത് കണ്ട് ചാഹെ ഞാൻ നിന്നോട് ഒരു തവണ കൂടി ചോദിക്കാം, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അങ്ങനെ ഈ സീനോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.